മുഖ്യമന്ത്രിയുടെ സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ഈ മാസം 18-ന് വീണ്ടും ചേരും. ശബരിമല റോപ്വേക്കുള്ള അനുമതി യോഗത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. അതേസമയം കഴിഞ്ഞ 2 യോഗങ്ങളിലും വിഷയം അജണ്ടയിലുണ്ടെങ്കിലും പരിഗണിച്ചിരുന്നില്ല. ഇതിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു ദേവസ്വം ബോർഡ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. വിവരങ്ങളുമായി ജിജീഷ്, വിശദാംശങ്ങൾ. രോഹിണി, ശബരിമലയിൽ ഏറ്റവും ഒരു വലിയ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ആരംഭിക്കാനിരുന്ന പദ്ധതിയിലാണ് പലതവണ യോഗങ്ങൾ മാറ്റിവെച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 18-ാം തീയതി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം നേരത്തെ ഏപ്രിലായിരുന്നു ആദ്യം ഈ യോഗം വച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര വനം വകുപ്പിൻ്റെ അനുമതി ഇതിനു മുമ്പ് തന്നെ അത് നേടിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ യോഗങ്ങൾ പലതവണ മാറ്റിവെച്ചു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ മാസം 18-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നത്. ഈ യോഗത്തിലെങ്കിലും റോപ്വേ പദ്ധതിക്ക് അനുമതി ലഭിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് വന്യജീവി ബോർഡിന്റെ ഈ യോഗത്തിൽ. കാരണം ഇതിന് ശേഷം വേണം സംസ്ഥാന വനം വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് ശേഷം വേണം കേന്ദ്ര അനുമതിക്കായി സമീപിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നടപടിക്രമങ്ങൾ ഏറെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണം പൂർത്തിയാകുന്നതിന് വേണ്ടി 1 വർഷം എടുക്കും. കഴിഞ്ഞ ശബരിമല കാലത്ത് തന്നെ ഇതിന്റെ റോപ്വേ നിർമ്മാണം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എങ്കിൽ പിന്നീട് ഇത്തരത്തിൽ യോഗം നീണ്ടുപോയതിനെ തുടർന്ന്, പലതവണ മാറ്റിവെച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ നീളുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 18-ാം തീയതിയിലെ യോഗത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അനുമതി ലഭിക്കുമെന്നും തുടർന്ന് വേഗത്തിൽ തന്നെ റോപ്വേ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആണ് പ്രധാനമായും പറയുന്നത്. തുടക്കത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലല്ല വിഭാവന ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് തീർത്ഥാടകർക്ക് കൂടി, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന തീർത്ഥാടകരെ കൂടി ശബരിമലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും റോപ്വേ നിർമ്മാണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊരു വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം മന്ത്രി VN വാസവനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും എല്ലാം തന്നെയുള്ളത്. 2 യോഗങ്ങളിലും ഈ വിഷയം അജണ്ടയായി എത്തിയിരുന്നെങ്കിലും വന്യജീവി ബോർഡ് ഇത് പരിഗണിച്ചിരുന്നില്ല. വന്യജീവി ബോർഡിന്റെ അനുമതിയില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വന്യജീവി ബോർഡിന്റെ അനുമതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. മറ്റു നടപടിക്രമങ്ങളെല്ലാം സർക്കാർ നേരത്തെ പൂർത്തീകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ, ഈ ഒരു സ്വപ്ന പദ്ധതി നീണ്ടുപോകുന്നതിൽ വലിയ അമർഷമായിരുന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അവർ അത് പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്തു. ഇതിനുശേഷം കേന്ദ്ര വന്യജീവി ബോർഡിനെ സമീപിക്കണം. പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് അവിടെ യോഗം ചേരുന്നത്. ആ യോഗം ഇനി ജൂലൈയിലാണ് ചേരാനിരിക്കുന്നത്. അതിനു മുമ്പ് ഈ 18-ാം തീയതി അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത കേന്ദ്ര അനുമതിയും അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ ജൂലൈയിൽ തന്നെ ഇത് മുന്നോട്ട് വയ്ക്കാനും അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം ഈ പദ്ധതിക്ക് തറക്കല്ലിടാൻ ആയിരുന്നു ദേവസ്വം ബോർഡ് ആലോചിച്ചിരുന്നത്. അതിനുശേഷം വേഗത്തിൽ തന്നെ റോപ്വേ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യമായി കാണുകയും ചെയ്തത്. 2011-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതുമാത്രമല്ല, അതിനു ഏതാണ്ട് 18 വർഷത്തോളമായി പല ഘട്ടങ്ങളിലായി ആലോചനയിലുണ്ടായിരുന്ന യോഗമാണ്. കഴിഞ്ഞ ഏപ്രിലാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട യോഗം നിശ്ചയിച്ചിരുന്നത്. അന്നത് മാറ്റിവെച്ചു. പിന്നീട് 3 തവണ ഈ യോഗം പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൽ വനം വകുപ്പിന് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് പകരം ഭൂമി അടക്കം സർക്കാർ റവന്യൂ ഭൂമി അടക്കം കൈമാറുകയും അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടും ഈ ഒരു സ്വപ്ന പദ്ധതി നീളുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഈ 18-ാം തീയതി നടക്കുന്ന യോഗത്തിലുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.